ഡോക്ടർ ആദർശിനോട് ഇങ്ങനെ ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവാണ്, ഇങ്ങനെ റെയർ ആയിട്ടുള്ള ഗ്രൂപ്പാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദർശിനാകെ ടെൻഷനായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ ബ്ലഡ് ഗ്രൂപ്പുള്ള ആരെങ്കിലുമൊക്കെ സംഘടിപ്പിക്കണമല്ലോ, എന്നാലേ ദേവയാനിയുടെ ബ്ലഡ് പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് പറ്റുള്ളൂ. പിന്നീട് അനാമികയും അമ്മയ്ക്ക് ആണെങ്കിലും ദേവയാനീനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ജയനൊക്കെ ആണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ദേവയാനി കിടക്കുന്നത് കണ്ടിട്ടും ആദർശിനൊന്നും സഹിക്കാനൊന്നും പറ്റുന്നില്ല. എന്തായാലും ബ്ലഡ് എന്തായാലും എല്ലാം ഇങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആരെങ്കിലുമൊക്കെ കണ്ടെത്തണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇതിലാണ് നയനയുടെ ഗ്രൂപ്പും അതുപോലെ തന്നെ അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പും AB നെഗറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാമിക ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയത്താണെങ്കിൽ അനി ഇങ്ങനെ അനാമികയോട് പറയുന്നുണ്ടായിരുന്നു, നീ ഒന്ന് മനസ്സ് വെച്ചാൽ വല്യമ്മയുടെ കാര്യമാണ്, ഇങ്ങനെ മനസ്സ് വെച്ചാൽ ഒരു നല്ല കാര്യമല്ലേ നടക്കാൻ പോകുന്നത് എന്നൊക്കെ അനാമികയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അനി. അപ്പോൾ ഈ സമയത്ത് അനാമിക മുഖത്തടിച്ച പോലെ തന്നെ പറയാണ്, എനിക്ക് ബ്ലഡ് കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് അനിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ അനാമികയ്ക്ക് ദേവയാനീനോട് വലിയ സ്നേഹമൊന്നും ഇല്ല എന്നുള്ള കാര്യം ഇങ്ങനെ അനിക്കാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, ബ്ലഡ് കൊടുക്കാൻ അനാമിക തയ്യാറാവാത്തതുകൊണ്ട് തന്നെ. പിന്നീട് നയനയാണ് ബ്ലഡ് കൊടുക്കുന്നത്. നയനയുടെ ബ്ലഡ് ഗ്രൂപ്പും AB നെഗറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ട്. അനാമിക കൊടുക്കാത്തതുകൊണ്ടാണ് പിന്നെ നയന കൊടുക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നയനയാണ് ദേവയാനിക്ക് വേണ്ടിയിട്ട് ബ്ലഡ് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ആദർശാണെങ്കിലും ഇങ്ങനെ അതൊക്കെ മനസ്സിലാക്കിയല്ലോ, അനാമികേനോട് ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞിട്ടും കൊടുക്കാത്തതുകൊണ്ട് തന്നെ അനാമികയുടെ സ്വഭാവവും ഒക്കെ ആദർശ് മുന്നേ തന്നെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇതോടുകൂടി ഒന്നും കൂടെ അത് വ്യക്തമായല്ലോ. അപ്പോൾ എന്തായാലും നയന ബ്ലഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ദേവയാനിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അമ്മ ഒരുപാട് സത്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനുണ്ട് എന്ന്. അപ്പോൾ എന്തായാലും ദേവയാനി ബോധമില്ലാതെയാണല്ലോ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ ബോധമൊക്കെ തിരിച്ചു വന്ന ശേഷം നയനയാണ് ബ്ലഡ് കൊടുത്തതെന്ന് അറിയുമ്പോൾ നയനേനെ സ്നേഹിക്കാനുള്ള ഒരു ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ അനാമിക തന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹമൊക്കെ വെറുതെ ആയിരുന്നു എന്നും കൂടെ മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അനാമികേനോട് ഇങ്ങനെ ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞ സമയത്തും അനാമിക കൊടുക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും ദേവയാനീനെ അറിയിക്കുമല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.